വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോളിഡ് ആണ് കോൺ. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിരുന്നു സിലിണ്ടർ. സിലിണ്ടറിന്റെ ടോപ്പിലും ബേസിലുമായി വരുന്ന ഷേപ്പ് സർക്കുലർ ഷേപ്പാണ്. സർക്കുലർ ബേസോട് കൂടിയ സോളിഡ് ആണ് കോൺ എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയ പോർഷനിൽ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു സെക്ടർ എടുക്കുന്നു. ആ സെക്ടറിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് കോൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ സർക്കിളിൻ്റെ റേഡിയസിന് 6 കൊടുത്തു കഴിഞ്ഞാൽ ആ റേഡിയസ് എന്ന് പറയുന്നതാണ് ഇത്. ഈ റേഡിയസ് ആണ് ഫോൾഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ റേഡിയസ് എടുക്കുന്നു, അതിൽ നിന്ന് ഒരു പോർഷൻ ദാറ്റ് മീൻസ് സെക്ടർ പിക്ക് ചെയ്യുന്നു. ഈ ലെങ്ത് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു പോർഷനാണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് സെക്ടർ, ഇതിൽ റേഡിയസ് ആണ്. ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷനാണ് ഇവിടെ സർക്കുലർ ബേസിൽ വരുന്നത്. ഓക്കെ, ദെൻ ഈ ലെങ്ത് ദാറ്റ് മീൻസ് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരും. ഒരു സോളിഡിൽ ബേസ് സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ആ സോളിഡിനെ കോൺ എന്ന് വിളിക്കാം. ദെൻ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് സെക്ടറിന്റെ ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. ഓക്കെ, ദെൻ കോണിന്റെ റേഡിയസ് എടുക്കാം. സെന്ററിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കോണ്. അതിനെ നമുക്ക് സ്മോൾ ലെറ്റർ R കൊണ്ട് നോട്ട് ചെയ്യാം. ഇനി പറഞ്ഞു, ടോപ്പിൽ നിന്ന് റേഡിയസിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഹൈറ്റ് ദാറ്റ് മീൻസ് H എന്ന് നോട്ട് ചെയ്യാം. ഒരു കോണിന് ഒരു വെർട്ടെക്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എഡ്ജസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതായത് കോണിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബേസിൽ വരുന്നത് ഒരു സർക്കുലർ ഷേപ്പാണ്. സർക്കുലർ ഷേപ്പോട് കൂടിയ ഫിഗറിനെ സോളിഡിനെ നമുക്ക് വിളിക്കാം കോൺ എന്ന്. കോണിന് ഒരു വെർട്ടെക്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എഡ്ജസ് ഒന്നും ഉണ്ടാവുകയില്ല. ഒരു ബേസിൽ വരുന്നത് സർക്കുലർ ഷേപ്പാണ്. ഇനി പറഞ്ഞു, സെക്ടർ ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് സർക്കിൾ ആണ് R. ഇവിടെ നമുക്ക് കോണായി മേക്ക് ചെയ്യുന്ന സമയത്ത് റേഡിയസ് ഓഫ് സർക്കിൾ സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോണായി മാറുകയാണ്. ദെൻ ഈ ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് കോൺ എന്ന് പറയാം. ദെൻ സെന്ററിലേക്കുള്ള വെർട്ടെക്സിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെ H എന്ന് പറയാം. ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സെക്ടറാണ് എടുത്തതെന്ന്. അതുകൊണ്ട് തന്നെ സെക്ടർ ആണ് ഈ പോർഷൻ എങ്കിൽ ഇതെന്ന് പറയുന്നത് ആർക്കാണ് അല്ലെ, സെക്ടറിന്റെ ആർക്കാണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. ഈ ആർക്കിനെ റോൾ ചെയ്തപ്പോൾ മേക്ക് ചെയ്തതാണ് കോണിന്റെ സർക്കുലർ ബേസ് എന്ന് പറയുന്നത്. അതായത് സർക്കുലർ ബേസിന്റെ പെരിമീറ്റർ ദാറ്റ് മീൻസ് സർക്കംഫറൻസ് ആണ് നമുക്ക് ഈ കിട്ടുന്ന ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് കോണായി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സർക്കംഫറൻസ് ഓഫ് ദ കോണാണ്. ഒരു സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് x/360 × 2πr ആണ്. ഇവിടെ x എന്ന് പറയുന്നത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ x എന്ന് നമുക്ക് കൊടുക്കാം. സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ x. ദെൻ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിളും ആണ്. ഓക്കെ, അപ്പോൾ ആർക്ക് ലെങ്ത് തന്നെയാണ് ഇവിടെ സർക്കംഫറൻസ് ഓഫ് ബേസ് ഓഫ് ദ കോൺ ആയി മാറുന്നത് എന്ന് പറഞ്ഞു. സോ ആർക്ക് ലെങ്തിനെ ഇവിടെ നമുക്ക് കിട്ടുന്നത് സർക്കംഫറൻസ് ഓഫ് ബേസ് ഓഫ് ദ കോൺ ആണ്. കോണിന്റെ റേഡിയസ് 6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് ലെങ്ത് ദാറ്റ് മീൻസ് സർക്കംഫറൻസ് ഓഫ് ബേസ് ഓഫ് ദ കോണിന് പകരമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2πr എന്ന്. ഇവിടെ സ്മോൾ r വരാൻ കാരണം കോണിന്റെ റേഡിയസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്മോൾ r ആണ്. സോ 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർക്ക് ലെങ്ത്തിന് പകരമായിട്ട് 2πr കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു x/360 × 2πr.
ഓക്കെ, ഇതിൽ 2πയും 2πയും ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് കൊണ്ട് ക്യാൻസൽ ചെയ്യാം. That means radius of cone is equal to x by 360 into capital R. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു കോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കിൾ എടുക്കാം, ആ സർക്കിളിനെ ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു പോർഷൻ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സെക്ടർ ആണ്. സെക്ടറിന്റെ റേഡിയസ്, ദാറ്റ് മീൻസ് സർക്കിളിന്റെ റേഡിയസിന് R എന്ന് കൊടുക്കാം. ദെൻ ഇത് ആർക്ക് ലെങ്ത് ഓഫ് സെക്ടർ ആണ്. ദെൻ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിന് എക്സ് എന്ന് നോട്ട് ചെയ്യാം. ഈ സെക്ടറിനെ ഒന്ന് റോൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് കോണം. അതിനർത്ഥം റേഡിയസ് ഇവിടെ ചേഞ്ച് ചെയ്യപ്പെടുകയാണ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ കോണിന്റെ റേഡിയസ് ആക്കി എടുത്തു. ദെൻ ബേസിലേക്കുള്ള ഡിസ്റ്റൻസ്, വെർട്ടെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഹൈറ്റ് ആക്കിയിട്ട് എടുത്തു. ഇനി പറഞ്ഞു കോണിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലാണ്. ഒരേ ഒരു വെർട്ടെക്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, എഡ്ജസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, കിട്ടിയില്ലേ? സർക്കിളിന്റെ റേഡിയസ് ആണ് ഇവിടെ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോണായി ചേഞ്ച് ചെയ്യുന്നത്. ദെൻ റേഡിയസ് ഓഫ് കോണിനെ സ്മോൾ ആർ എന്ന് കൊടുത്തു. സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ, ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് സർക്കിളിനെ ക്യാപിറ്റൽ ആർ ആക്കി എടുത്തു. ദെൻ ഹൈറ്റിനെ എച്ച് ആക്കി എടുക്കാം. ഇനി നമ്മൾ പറഞ്ഞു ആർക്കാണ് ഇവിടെ സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇതിനെ റോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആർക്ക് ഇവിടെ സർക്കംഫറൻസ് ആയി ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നമുക്കറിയാം ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ബൈ 360 ഇൻറ്റു 2πr ആണെന്നുള്ളത്. അതായത് സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നതാണ് എക്സ് ബൈ 360 ഇൻറ്റു 2πr. സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് സ്മോൾ ആർ ആണ് എന്നെടുത്തത് കൊണ്ട്, കോണിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ് എന്നെടുത്തത് കൊണ്ട് നമുക്ക് പറയാം സർക്കംഫറൻസ് 2πr ആണെന്നുള്ളത്. സോ ആർക്ക് ലെങ്ത് തന്നെയാണ് കോണിന്റെ സർക്കംഫറൻസ് എന്നുള്ളത് കൊണ്ട് 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെയുള്ള r കോണിന്റെ റേഡിയസ് ആണ്. ദെൻ ആർക്ക് ലെങ്ത് എക്സ് ബൈ 360 ഇൻറ്റു 2πr എന്ന് കൊടുത്തു. ഇവിടെ വരുന്ന ക്യാപിറ്റൽ R സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ക്ലിയർ ആയില്ലേ? ദെൻ 2πയും 2πയും ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് R is equal to x by 360 into capital R. That means small r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കോണും, x എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടറും, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിളും ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റേഡിയസ് ഓഫ് സർക്കിൾ തന്നെയാണ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നതാണ് സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് കോൺ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് കിട്ടും. R റേഡിയസ് ഓഫ് കോൺ, എക്സ് sector angle of the sector, then capital R radius of circle. First question, from a circle of radius 12 centimeters, a sector of center angle 45 degree is cut out and made into a cone. What are the slant height and base radius of this cone? അതായത് 12 centimeter radius ഉള്ള ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി ആക്കി എടുത്തുകൊണ്ട് ഒരു സെക്ടർ എടുക്കുന്നു. ആ സെക്ടറിനെ ഒരു കോണാക്കി മേക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനെ റോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺ കിട്ടും. ആ കോണിന്റെ സ്ലാന്റ് ഹൈറ്റും റേഡിയസും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് തന്നെയാണ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സെക്ടറിന്റെ റേഡിയസ്, ദാറ്റ് മീൻസ് സർക്കിളിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. That means radius of circle is equal to slant height of cone is equal to 12 centimeter ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി, അതായത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ സ്ലാന്റ് ഹൈറ്റും ബേസ് റേഡിയസും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോണിന്റെ സ്ലാന്റ് ഹൈറ്റിനെ നമ്മൾ L എന്ന് നോട്ട് ചെയ്തു, അത് 12 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി.
ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റേഡിയസ് ഓഫ് കോൺ ആണ്. റേഡിയസ് ഓഫ് കോൺ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ദാറ്റ് മീൻസ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കോണും എക്സ് സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടറും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിളും ആണ്. ഇവിടെ റേഡിയസ് ഓഫ് സർക്കിൾ 12 സെന്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ 45 ഡിഗ്രി നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 45 ആണ്. സോ 45 ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ 12 ആണ്. 12 എഴുതി. സോ 45 360 കൂടി ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 1/8 ആണ്. 1 ഇൻറ്റു 45 45. 45 into 8 is equal to 360 into 12 എന്ന് കൊടുത്തു. That is equal to 12/8. 1 into 12 12/8 എന്ന് എഴുതി. 12/8 എന്ന് പറയുന്നത് 4ന്റെ ടേബിൾ വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 into 4 is equal to 12. That means 3. 2 into 4 is equal to 8. That means 3/2 എന്ന് കിട്ടി. 3/2 is equal to 1.5 centimeter. അതായത് റേഡിയസ് ഓഫ് കോൺ എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How do we make a cone of base radius 5 centimeters and slant height 15 centimeters? What is its central angle? അതായത് റേഡിയസ് 5 സെന്റിമീറ്ററും സ്ലാൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്ററും ആക്കി എടുത്തുകൊണ്ട് ഒരു കോൺ മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് റേഡിയസ് 5 സെന്റിമീറ്റർ, അതായത് കോണിന്റെ റേഡിയസ് ആണ് 5 സെന്റിമീറ്റർ. സോ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ദെൻ സ്ലാൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം റേഡിയസ് ഓഫ് സർക്കിളും ക്യാപിറ്റൽ ആറും സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ ദാറ്റ് മീൻസ് എല്ലും സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സെൻട്രൽ ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് എക്സ് ആണ്. ഓക്കെ, നമുക്കറിയാം റേഡിയസ് ഓഫ് കോൺ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്നുള്ളത്. ഇവിടെ നമുക്ക് അറിയാവുന്നത് സ്മോൾ ആർ ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് കോൺ അറിയാം. ക്യാപിറ്റൽ ആർ ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് സർക്കിൾ അറിയാം. സ്ലാൻഡ് ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്, അത് തന്നെയാണ് റേഡിയസ് ഓഫ് സർക്കിൾ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സ് ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആർ എന്ന് പറയുന്നത് 5 ആണ്. 5 is equal to എക്സ് അറിയില്ല, സോ എക്സ് ബൈ 360 എന്ന് കൊടുത്തു ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, എക്സിനെ മാത്രം നമ്മൾ ഒരു സൈഡിൽ നിർത്തുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മറ്റൊരു വശത്ത് 5 ഉണ്ട്, സോ 5 എന്ന് കൊടുക്കുന്നു. എക്സിന്റെ കൂടെ ഡിവൈഡഡ് ബൈ 360 ഉണ്ട്, അത് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇൻറ്റു 360 എന്നാവും. ഇവിടെ എക്സിന്റെ കൂടെയുള്ളത് ഇൻറ്റു 15 ആണ്, അത് മറ്റേ വശത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 15 എന്നാവും. ശരിയല്ലേ? അതായത് എക്സിനെ മാത്രം നമ്മൾ ഇവിടെ നിർത്തി, ഇവിടെ 5 ഉണ്ട്, അത് ആദ്യം എഴുതി. എക്സിന്റെ കൂടെയുള്ളത് ഡിവൈഡഡ് ബൈ 360 ആണ്, അത് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇൻറ്റു 360 ആവും. ഇനി എക്സിന്റെ കൂടെയുള്ളത് ഇൻറ്റു 15 ആണ്, അത് ഇവിടേക്ക് വരുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 15 ആയി. ഓക്കെ, 5ഉം 15ഉം കൂടി ക്യാൻസൽ ചെയ്യാം. 1 into 5 is equal to 5ഉം 3 into 5 is equal to 15 ആണ്. സോ 15 അടുത്ത് നമുക്ക് 3 എഴുതാം. ദെൻ 360ഉം 3ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 3ഉം 3ഉം 1, 6/3 എന്ന് പറയുന്നത് 2 ആണ്. 0/3 0, അതായത് 120 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. സോ എക്സ് ഇസ് ഈക്വൽ ടു 120 എന്ന് കൊടുക്കാം. അതായത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ? അതായത് ഒരു സെമി സർക്കിളിനെ റോൾ ചെയ്തുകൊണ്ട് കോൺ മേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കോണിന്റെ ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കോണിന്റെ റേഡിയസിനെ നമ്മൾ എഴുതാറ് സ്മോൾ ആർ എന്നുമാണ്. ദെൻ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എൽ ആണ്. കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് തന്നെയാണ് റേഡിയസ് ഓഫ് സർക്കിൾ. ഇവിടെ ആറും എല്ലും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനർത്ഥം ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റേഷ്യോ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാവുന്നത് റേഡിയസ് ഓഫ് കോൺ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ആറും ആറും തമ്മിലുള്ള റിലേഷൻ ആണ്.
ആറും ആറും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് ആറും എല്ലും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു സെമി സർക്കിൾ ആണ് നമ്മൾ റോൾ ചെയ്ത് കോണാക്കുന്നത്. നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എക്സിന് പകരമായി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 180 ഡിഗ്രി. ഇവിടെ സെമി സർക്കിൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് എക്സിന് പകരമായിട്ട് നമ്മൾ 180 ഡിഗ്രി കൊടുക്കുന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കും. 180യും 360യും ക്യാൻസൽ ചെയ്തുകൊണ്ട് എഴുതാം 1/2 എന്നുള്ളത്. സോ ആർ ഇസ് ഈക്വൽ ടു 1/2 ആർ. ശരിയല്ലേ? ആർ എഴുതി ദെൻ 1/2 ആർ എഴുതി. അതായത് 2 into r 2r equal to capital R. Cross multiply ചെയ്യണം. 2 into r 2r then 1 into r r. 2r equal to capital R എന്നാണ് കിട്ടിയത്. അതായത് ആറും ആറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ. റേഡിയസ് ഓഫ് കോണും റേഡിയസ് ഓഫ് സർക്കിളും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. 2r is equal to capital R എന്നുള്ളതിന്റെ അർത്ഥം റേഡിയസ് ഓഫ് കോണും റേഡിയസ് ഓഫ് സർക്കിളും തമ്മിലുള്ള റിലേഷൻ 2:1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേഡിയസ് ഓഫ് കോണും സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് കോണും സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോണും തമ്മിലുള്ള റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. Clear idea? Thank you.